ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാമല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ്. നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താ നോക്കാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലത്തെ വെളുത്തുള്ളിയൊക്കെ നമുക്ക് കുറേ അധികം വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ തൊലി കളയുമ്പം ഓരോന്നെടുത്ത് കളയുമ്പോൾ ഒരുപാട് സമയവും വേണം, നല്ല പാടുമാണ് ഇതിൻ്റെ തൊലി കളയാനായിട്ട്. അപ്പോൾ അത് നമുക്ക് വെളുത്തുള്ളിയൊക്കെ എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട്, നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോഴും അല്ലെങ്കിൽ രസം അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴൊക്കെ നമുക്ക് കുറേ അധികം വെളുത്തുള്ളീൻ്റെ ആവശ്യം വരും. ഈ ഒരു സമയത്ത് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. അപ്പം വെളുത്തുള്ളി എടുത്തിട്ട് അതൊന്ന് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് മുറിച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് നടുവ് കൂടെ ഒന്ന് ചീന്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചീന്തി കൊടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പീസാക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ തൊലി കളയാൻ വേണ്ടി പറ്റും. ഇനി ഇത് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു സ്പൂൺ അളവിൽ പുട്ടുപൊടിയാണ് കേട്ടോ. പുട്ടുപൊടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലോണം തരിയൊക്കെ കൂടുതലുള്ളതായിരിക്കുമല്ലോ, അതിനൊരു ഗ്രിപ്പുള്ളതിനെ കൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ 2 കൈയും വെച്ചിട്ടൊന്നിങ്ങനെ കുഴയ്ക്കുമ്പോഴേക്ക് അതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ അടർന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ. നമുക്ക് കത്തീൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ അതിൻ്റെ തൊലി നമുക്ക് എളുപ്പത്തിൽ തന്നെ കളയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സ്പൂൺ അളവിൽ പുട്ടുപൊടി മതി, അധികമൊന്നും വേണ്ട. നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതിനേക്കാളും കടയിൽ നിന്നൊക്കെ ഒരു പുട്ടുപൊടി വാങ്ങാൻ കിട്ടത്തില്ലേ, അതാണ് കേട്ടോ ഇത്. അതിന് അത്യാവശ്യം തരി നല്ല കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സമയം കൈ കൊണ്ടാക്കുമ്പോഴേക്ക് തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സമയം ഒരു 5 മിനിറ്റ് ഒന്നും ആക്കൊന്നും വേണ്ട കേട്ടോ. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്ക് തന്നെ അത് മുഴുവനായിട്ട് തന്നെ തൊലി നമുക്ക് ഇങ്ങനെ കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. കത്തിയൊക്കെ വെച്ച് എടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്താൽ. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഞാനിവിടെ ഒരു ചിരാത് എടുത്തിട്ടുണ്ട്. ചിരാതില്ലാത്തൊരു നമ്മളെ ചെറിയ ചിരട്ടയില്ലേ, ചിരട്ടയൊന്നും എന്തെങ്കിലും കല്ലൊക്കെ വെച്ചിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു പകുതി എടുത്താലും മതി കേട്ടോ. ഞാൻ ഇവിടെ ചിരാതുള്ളതിനെ കൊണ്ട് ചിരാത് എടുത്തുന്നേ ഉള്ളൂ. ഇനി അതിൻ്റെ അകത്തേക്ക് ഞാനിതാ ഒരു സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീട്ടിലൊക്കെ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കുമല്ലോ, അതുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാൻ ഇതിലേക്ക് 2 കർപ്പൂരം എടുത്തിട്ടുണ്ട് കേട്ടോ. കർപ്പൂരം പൊടിച്ചിടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്ന എണ്ണ, ഈ ഒരു എണ്ണ അത് ഒഴിക്കുക. അതല്ലെങ്കിൽ വേപ്പെണ്ണ വീട്ടിലുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇവിടെ വേപ്പെണ്ണ ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഈ ഒരു എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്ന നല്ല എണ്ണ. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കത്തിച്ച് കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു കർപ്പൂരത്തിൻ്റെ മണവും മഞ്ഞപ്പൊടിൻ്റെ മണവും കാരണം നമ്മളെ വീട്ടിൽ ഇപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയതിനെ കൊണ്ട് തന്നെ കൊതുകിൻ്റെ ശല്യമൊക്കെ നല്ലോണം ഉണ്ടാവും. കൊതുക് നമ്മൾ രാത്രിയും അതേപോലെ സന്ധ്യാസമയത്തൊക്കെ ഇത് കത്തിച്ച് വയ്ക്കുമ്പോൾ കൊതുക് പിന്നെ ഈ ഒരു വീട്ടിൻ്റെ അകത്തൊന്നും നിൽക്കില്ല കേട്ടോ. ഇതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ല് തന്നെയാണ്. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഗുഡ് നൈറ്റ് പോലെയുള്ള കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒന്നും കത്തിച്ച് വയ്ക്കാതിരിക്കുക. അതേസമയം ഇത് കത്തിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ കൊതുകിൻ്റെ ശല്യം കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്തായിട്ടുള്ളൊരു ടിപ്പിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞി പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കോൾഗേറ്റിൻ്റെ ഈ ഒരു വെള്ള കളറുള്ള പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പകുതി കഷ്ണം വല്യുള്ളിയാണ്, നമ്മളെ സവാള. അതൊന്ന് ഇതേപോലെ കുഞ്ഞുകുഞ്ഞ അരിഞ്ഞിട്ടൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു വെള്ളവും ഈ ഒരു വല്യുള്ളിയും കൂടെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു പേസ്റ്റ് ഒന്ന് അലിഞ്ഞ് കിട്ടാൻ കുറച്ച് പാടുണ്ടാവും കേട്ടോ. അതൊന്ന് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കണം കേട്ടോ. ഒന്ന് അടച്ച് വെച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് വയ്ക്കുക. അപ്പോഴാണ് ഈ ഒരു ഉള്ളിയും ഈ ഒരു പേസ്റ്റും കൂടെ നല്ലോണം ഒന്ന് ചേർന്ന് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്താ എന്തെങ്കിലും ഒരു പ്ലേറ്റ് എടുത്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. 5 മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് നമ്മളിത് നോക്കുമ്പം ഈ ഒരു ഉള്ളിൻ്റെയും ഈ ഒരു പേസ്റ്റിൻ്റെയും മണം എന്ന് പറയുമ്പോൾ നല്ലോണം ഒരു കുത്തുന്ന മണമായിട്ട് മാറിയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് പറഞ്ഞുതരാം. ഇതേപോലത്തെ നമ്മളെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മരുന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതേപോലത്തെ ഒരു ഇത് കിട്ടത്തില്ലേ, അങ്ങനത്തത് ഉണ്ടെങ്കിൽ അതെടുക്കുക. അതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ പാത്രം എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ കോട്ടൺ പഞ്ഞി ഉണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും കോട്ടൻ്റെ തുണി എടുത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇതൊന്ന് ടിപ്പ് ചെയ്തിട്ട് ഈ ഒരു മരുന്നിൻ്റെ മൂടിൻ്റെ അകത്തേക്കൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ.
ഇത് ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ ഈ ഒരു പാറ്റേൻ്റെയും അങ്ങനത്തെ പല്ലീൻ്റെ ഒക്കെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് തന്നെ കുറഞ്ഞ് കിട്ടും കേട്ടോ. ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മളെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവിടെയും അല്ലെങ്കിൽ എവിടെയായിട്ടോ നമുക്ക് ഈ ഒരു പാറ്റ ശല്യമൊക്കെ കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ ഇത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സ്ഥലത്തേക്കൊന്നും പാറ്റ അങ്ങനെ പിന്നെ വരത്തില്ല കേട്ടോ. നമ്മൾ ഈ ഒരു തുണി ഡിപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു സ്പൂൺ കൊണ്ട് കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്കൊന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് ബാക്കി വരുന്നത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പും അതേപോലെ തന്നെ കിച്ചൺ സ്ലാബൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ രാത്രിയൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ അവിടെ ഒന്നും കുഞ്ഞു കുഞ്ഞു പ്രാണികളും അതേപോലെ പൊടിയീച്ചകളൊന്നും വരില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ നമുക്ക് പാറ്റേൻ്റെ ശല്യം പാറ്റ അതിലൂടെയൊക്കെ വരുമല്ലോ, അതൊക്കെ ഇല്ലാണ്ടാവും കേട്ടോ. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ അരി കഴുകിയ വെള്ളം സാധാരണ കളയാണ് ചെയ്യുക. ഈ ഒരു അരി കഴുകിയ വെള്ളം കൊണ്ട് ഒത്തിരി ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 2 ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഞാനിവിടെ അരി കഴുകി എടുക്കുന്നുണ്ട്. അതിലെ വെള്ളം നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്തിനാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഫസ്റ്റത്തെ പ്രാവശ്യം കഴുകിയിട്ടുള്ള വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ അടുത്ത പാത്രത്തിലുള്ളത് അവസാന ഭാഗമൊക്കെ ആയിട്ട് കഴുകിയിട്ടുള്ള ഈ ഒരു വെള്ളമാണ് കേട്ടോ. അവസാന ഭാഗം എന്ന് പറയുമ്പോൾ ഒത്തിരി അഴുക്കൊന്നും അതിലുണ്ടാവില്ലല്ലോ. ആദ്യത്തെ പ്രാവശ്യം കഴുകിയാൽ അരിയിലുള്ള അഴുക്ക് മുഴുവനായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവസാന പ്രാവശ്യം കഴുകിയ വെള്ളം ഞാനൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി വന്നാലൊക്കെ ഫേസൊക്കെ നന്നായിട്ട് കഴുകാനൊക്കെ നല്ലൊരു ഉപയോഗമാണ് കേട്ടോ. ഇതിനെക്കൊണ്ട് നമ്മളെ ചൈനീസുകാരും ജപ്പാൻകാരൊക്കെ ഈ ഒരു ഗ്ലാസ് സ്കിന്നിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ അരി കഴുകിയ വെള്ളവും കഞ്ഞിവെള്ളമൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി വന്നാൽ ഈ ഒരു വെള്ളം കൊണ്ട് കഴുകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെ ഫേസിൽ ഉണ്ടാകുന്ന ഈ ഒരു മാറ്റമൊക്കെ കേട്ടോ. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ബോട്ടിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ആവും, സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. ഇതിനുകൊണ്ട് നമ്മൾ മുഖമൊക്കെ വാഷ് ചെയ്യുമ്പം അടുത്തായിട്ടുള്ള ഈ ഒരു വെള്ളം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു വലിയൊരു പാത്രത്തിലേക്ക്. ഇനി അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അരി കഴുകിയ വെള്ളവും കുറച്ച് കഞ്ഞിവെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം കേട്ടോ. ഞാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ഇതാവുന്നുണ്ട്. എന്നൊരു ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ കുറച്ച് പേസ്റ്റാണ് ആക്കി കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഇത്രയോളം മതിയാവും കേട്ടോ, അധികമൊന്നും വേണ്ട. എന്നിട്ട് നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന തുണിയൊക്കെ ഉണ്ടാവില്ലേ, എൻ്റെ വീടിനടുത്തുള്ള തുണിയിൽ നല്ലോണം അഴുക്ക് പിടിച്ചിട്ടുണ്ട്. കിച്ചണിൽ നമ്മൾ ചൂടുള്ള പാത്രമൊക്കെ എടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു തുണിയൊക്കെ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ കല്ലിൽ ഉരച്ച് കഴിയുമ്പോൾ നല്ല പാടായിരിക്കും, കുറേ സമയം വേണ്ടി വരും ഇതിൻ്റെ അകത്ത് അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് കൈ വെച്ചിട്ട് അലക്കുകല്ലിലൊന്നും ഇടാതെ തന്നെ ഈ ഒരു വെള്ളത്തിൽ വെച്ച് തിളപ്പിക്കുമ്പം തന്നെ ഇതിൻ്റെ അകത്തുള്ള അഴുക്കൊക്കെ മുഴുവനായിട്ട് തന്നെ ഇറങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ ഒരൊറ്റ തിളച്ചാൽ മതി. വെള്ളം മുമ്പേ തിളച്ചതുകൊണ്ട് തന്നെ ഒറ്റ തിളച്ചാൽ മതി. ഒരു സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ഒറ്റ തിളയാണ് തിളപ്പിച്ചുള്ളത്. അഴുക്കൊക്കെ നല്ല രീതിക്ക് തന്നെ ഇളകി വന്നിട്ടുണ്ട്. ഇനി ഇത് നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്.